ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു മാംഗോ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മാംഗോ ചിക്കൻ കറിയിലേക്ക് ഞാൻ 1 kg ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് മാങ്ങയാണ്. ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഞാൻ ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 1 ക്യാൻ ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പി ഞാൻ ഫുള്ള് ബട്ടറിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബട്ടറിൽ ചിക്കൻ ഒന്ന് സിയർ ചെയ്തെടുക്കാം. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ക്യൂബ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഏകദേശം ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഡയറക്റ്റ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഫുള്ളി കുക്കാവണ്ട, ഹാഫ് കുക്കായാൽ മതി. ചിക്കൻ കുക്കാവുന്ന ആ ടൈമിൽ നമുക്ക് ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബട്ടറിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കൻ ഫുള്ള് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഉള്ളി നമുക്ക് ഈ ബട്ടറിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ സോൾട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ബട്ടറിലെ സോൾട്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് മതിയാകും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഗാർലിക് ഒന്ന് നമുക്ക് മിൻസ് ചെയ്തെടുക്കാം. സവാള ചെറിയ രീതിയിൽ കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാംഗോസ് കട്ട് ചെയ്തെടുക്കാം. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 1.5 കപ്പ് ഡൈസ്ഡ് മാംഗോസ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്ര മാങ്ങ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മാങ്ങയാണ് ഇപ്പോൾ എനിക്കിതിലായത്. 2ഉം നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കറി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തിക്ക് ഗ്രേവിക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ ഗ്രേവി അത്യാവശ്യം തിക്കാണ്. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പോയിന്റിലാണ് ഗാർലിക് ആഡ് ചെയ്യുന്നത്. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാംഗോ ആഡ് ചെയ്യാം. കുറച്ച് ഗാർലിക്കും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാംഗോ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ മാംഗോ ചിക്കൻ കറി റെഡി ആയിരിക്കുവാണ്. ഇത് പ്ലെയിൻ ബാസ്മതി റൈസോ അല്ലെങ്കിൽ ബട്ടർ ഗാർലിക് നാനോ, ചില്ലി നാനോ ഇതിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. പുതിയൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.